വിഷുവിൻ്റെ തലേദിവസം രാത്രി തന്നെ കണി കാണാനുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെക്കണം. അങ്ങനെയാണ് പതിവ്. അങ്ങനെ ഞാനും എല്ലാം ഒരുക്കി വെച്ചു. ഈ ഒരു ആഘോഷം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ പടക്കം പൊട്ടിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ ദീപാവലിക്കാണ് പടക്കം അധികം വാങ്ങിച്ച് പൊട്ടിക്കാറ്. വിഷുവിന് അങ്ങനെ പടക്കമൊന്നും പൊട്ടിച്ച് ആഘോഷിക്കാറില്ല. പക്ഷേ ഇത്തവണ ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ ആഘോഷം തീർന്നു. ഇനിയിപ്പോയി കിടന്നുറങ്ങാം. ലേറ്റായിട്ടാണ് കിടന്നെങ്കിൽ രാവിലെ തന്നെ എണീച്ചു കേട്ടോ. കുളിച്ചൊരുങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു വീഡിയോ ചെയ്തു. പിന്നീട് വിളക്ക് കത്തിച്ചു, നേരെ കണി കണ്ടു. കണ്ണടച്ച് കണി കാണാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കണ്ണ് തുറന്ന് തന്നെയാണ് ഇപ്രാവശ്യം കണി കണ്ടത്. അതിനുശേഷം നേരെ തൃപ്പൂണിത്തുറ അമ്പലത്തിലേക്ക്. ഞാനൊരു 5-6 മണിയൊക്കെ ആയപ്പോഴെത്തിയത്. ശീവേലി ടൈമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വലിയ ക്യൂ. ഒരു 1.5 മണിക്കൂർ ക്യൂ നിന്നാണ് തൊഴുതത്. ഈ കാണുന്ന കാഴ്ചയാണ് വേറെ രസം കേട്ടോ. ദേവസ്വം ബോർഡ് ജോലി ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ഗുണങ്ങളുമുണ്ട്. ചേട്ടൻ അറിയപ്പെടുന്ന ആൾക്കാരും ബന്ധുക്കളെ എല്ലാം ഇതുപോലെ ക്യൂ നിർത്താതെ വേഗം അകത്തേക്ക് കടത്തി വിടാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതും ആളുകൾ പ്രതികരിക്കുന്നതും കണ്ടപ്പം ചേട്ടൻ ആ പരിപാടിയൊക്കെ നിർത്തി കേട്ടോ കുറച്ച് നേരത്തേക്ക്. പിന്നെ നീണ്ട ക്യൂ ഒക്കെ നിന്ന് തൊഴുത് നേരെ വീട്ടിലെത്തി. അമ്പലത്തിൽ നിന്ന് കൈനീട്ടൊക്കെ വാങ്ങി കുറേ പേർക്ക് കൈനീട്ടൊക്കെ